എങ്ങോട്ടാ? ഉഷയുടെ വീട്ടിലേക്കാ. വരാൻ താമസിക്കണ്ട. ഞാൻ ശരിയാക്കിക്കോളാം. പടം വരയ്ക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ചായവും ബ്രഷും നീയും എല്ലാം എനിക്ക് ഒരുപോലെയാണ്. പിന്നെ തുടരുത് പിടിക്കരുത് എന്നൊക്കെയുള്ള നിരോധനമൊന്നും വേണ്ട. മനസ്സിലായോ? പോരെ? മുഖം കുറച്ചുകൂടെ മതി. ഇങ്ങനെ പടം വരപ്പുണ്ടാവില്ല, പറഞ്ഞേക്കാം. പരീക്ഷ നാളെ തീരും. വീട്ടിൽ പോയാൽ അച്ഛനോടും അമ്മയോടും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ല. അവരെന്നെ കുറിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? ഞാൻ പറഞ്ഞിട്ടില്ലേ ഗോപിച്ചേട്ടനെ പറ്റി, എന്റെ അമ്മാവന്റെ മകൻ. നമ്മൾ ഇനിയും സമയം കളഞ്ഞാൽ... ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം. രാജുവിന് ആരോടെങ്കിലും ആലോചിക്കാനുണ്ടെങ്കിൽ അതുടനെ ചെയ്യണം. എന്റെ വീട്ടിൽ വന്ന് കാര്യം പറയണം. എന്തെങ്കിലും എതിർപ്പുണ്ടായാൽ എനിക്ക് ധൈര്യം തരണം. ഇതൊക്കെ നീ പറയാതെ തന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. ഗീതേ, ആയുസിന്റെ നീളം വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്കൊരു നിമിഷവും വെറുതെ കളയാനില്ല. ഇവിടെ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്കും നിനക്കും ഇടയിൽ ഒരു വികാരത്തിനും വിലങ്ങ് കൽപ്പിക്കരുത്. വേണ്ട, മതി. രാജുവിന്റെ മുഖം മാറുമ്പോഴൊക്കെ എനിക്കറിയാം ദുസ്വാതന്ത്ര്യത്തിനുള്ള പുറപ്പാടാണെന്ന്. ഞാൻ പോന്നു. നാളെ. ധീരൻ ഒപ്പിച്ചു കളഞ്ഞല്ലോ. സമ്മതിച്ചോ? സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ നിർത്തരുത്. ഇത് തുടക്കമേ ആയിട്ടുള്ളൂ. അയ്യോ, പയ്യൻ ചില്ലറക്കാരനല്ല, പോലീസ് കമ്മീഷണറുടെ മകനാ. നോക്ക്, തന്തയാണെ വലിയ അഭിമാനിയാ. പൂത്ത കാശ്. ഈ പെണ്ണ് കണ്ടിട്ടൊരു പാവം. എത്ര പാവമാണേലും ചുണയുള്ള ആമ്പിള്ളേരുടെ കൈ ചെന്ന് പെട്ടോ പിന്നെ തീർന്നു. എന്റെ അനുഭവം തന്നെ നോക്കിയാ മതി. ചെലിവാരം ഒന്നും അടിക്കണ്ട. ബാക്കിയുള്ളവരില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു.
എങ്ങോട്ടാ എല്ലാം കെട്ടിപ്പെറുക്കി? ദാ പ്രസാദം. ആ ഇനി ഏതായാലും കുറച്ച് കഴിഞ്ഞു പോ. മിനി വന്നതല്ലേ. ഇന്നെവിടെയാ ചിത്രകാരന്റെ പണിപ്പുര? തീരുമാനിച്ചില്ല. എനിക്കറിയാം. എന്ത്? ഏതെങ്കിലും പെൺകുട്ടികളെ വലവെച്ച് കാണും. മിനിക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. ഇളയമ്മയുടെ ശിക്ഷണമല്ലേ. എന്തിനാ പാവ ഇളയമേ വലിച്ചഴിക്കുന്നത്? ഞാൻ ഇന്നല്ലല്ലോ രാജുവിനെ കണ്ടു തുടങ്ങിയത്. ആരെന്ത് ധരിച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ പോന്നു. രാജുവിനോട് ചില സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്തായാലും ഇന്ന് ഞാൻ തയ്യാറായി ഇറങ്ങിയതല്ലേ. പിന്നെ എപ്പോഴാണ് മുഹൂർത്തം? ഞാൻ വീട്ടിലേക്ക് വരാം. എപ്പോ വരാം? പോട്ടെ, സമയമായി. അവൻ പോയി അല്ലേ? എന്തു പറഞ്ഞു? വീട്ടിലേക്ക് വരാമെന്ന്. വെറുതെ. മിനി, അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നിനക്കേ കഴിയൂ. അങ്ങനെ ഒരു തന്റെ ഇടം എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും രാജു കൂടുതൽ കൂടുതൽ തെന്നി മാറുകയാണ്. സംസാരിക്കാൻ പോലും നിന്നു തരുന്നില്ല. നീ കൂടി കൈയൊഴിഞ്ഞാൽ? ഇല്ല. രാജുവിന്റെ കാര്യത്തിൽ മാത്രമേ ഈ കുടുംബത്തിന് ദുഃഖമുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ രാജുവിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നത്. പട്ടണം മുഷിയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ചിലപ്പോൾ മാസങ്ങളോളം ഇവിടെ താമസിക്കാറുണ്ട്. ബാ. രണ്ട് കരിക്ക് കൊടുത്തയക്കണം. Come on. മൂന്നാമത്തെ വയസ്സ് വരെ ഞാൻ ഇവിടെയാ വളർന്നത്. അമ്മ മരിച്ചതും
ഈ വീട്ടിൽ വെച്ചാണ്. അമ്മയെ കാണാൻ ഞാനിവിടെ വരാറുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അമ്മയെ ഞാൻ കാണും, സംസാരിക്കും. മരിച്ചവരെ കുറിച്ച് രാജുവിന് പറയാനുള്ളൂ. ഐ എം സോറി. നീ അടുത്തുള്ളപ്പോൾ ഈ സമയം എന്റെ കഥ പറഞ്ഞു കളയാനുള്ളതല്ല. നീ ഇന്ന് വല്ലാതെ സുന്ദരിയായിരിക്കുന്നു. എന്തൊരു വീർപ്പുമുട്ടൽ. അത് തുറക്കണ്ട ഗീതേ. കുറച്ചുനേരം സ്വരമായി സംസാരിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എനിക്ക് പേടിയാവും. ഇനിയും നീ ആരെയാ പേടിക്കുന്നു? എന്റെ അനുവാദമില്ലാതെ ഒരു മനുഷ്യന്റെ ഉച്ഛ്വാസം പോലും ഈ വീട്ടിൽ കടന്നു വരില്ല. പ്ലീസ്. ഏയ്,